എല്ലാവരും ഒത്തൊരുമിച്ച് കിട്ടുന്ന ഒരു ദിവസമായതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഒരു പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കളറായി സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിലെ ഓണാഘോഷം. വിവിധ കലാപരിപാടികളും മത്സരങ്ങളുമെല്ലാമായി സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികൾ ഓണാഘോഷത്തെ മികച്ചതാക്കി മാറ്റി. നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂക്കളവും ഓണസദ്യയും ഓണക്കളികളുമെല്ലാമായി ഉത്സവ പ്രതീതിയിലാണ് അത്തം ദിനത്തിൽ പെരിന്തൽമണ്ണ സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു. പെരിന്തൽമണ്ണ ഒരു കുടുംബമായി ഓണം ആഘോഷിക്കുന്നത് പോലെയാണ് സാന്ത്വന കേന്ദ്രത്തിലെ ഓണാഘോഷമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സന്ദർശകരുമായിട്ടുള്ള ആളുകൾ ഒത്തുചേരുന്ന ഒരു ദിനമാണ്. നൃത്തം ആണ് 10 ദിവസം ഓണം തന്നെ. ഓണത്തിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അതാണ് ഓണം. എല്ലാവരും ഒരുപോലെ ഒരു വിവേചനമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. മലയാളികളുടെ എല്ലാ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ആയിട്ടുള്ള ആഘോഷം. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള മലയാളികൾ ഒത്തുചേരുന്ന ആഘോഷം കൂടിയാണ് ഓണം. പെരിന്തൽമണ്ണക്കാരുടെ ഓണം ഇവിടെ സംഭവസരങ്ങളിൽ ആരംഭിക്കുക. നിങ്ങൾ രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള ഓണാഘോഷ പരിപാടികളിലൊക്കെ ഇവിടെ മത്സരങ്ങൾ നടന്നിട്ട് സമ്മാനങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് കൂടിയാണ്. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പെരുമ്പടപ്പ് പകൽ വീടംഗങ്ങളും ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും വീൽചെയർ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ചേർന്ന് ഓണാഘോഷത്തെ ഉത്സവമാക്കി മാറ്റി. ബലൂൺ പൊട്ടിക്കൽ, മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ വിവിധ മത്സരങ്ങളും മറ്റ് കലാപരിപാടികളും ഓണാഘോഷത്തിന് മാറ്റേകി. പെരിന്തൽമണ്ണയിലെ ഓണാഘോഷത്തിന് സാന്ത്വന കേന്ദ്രത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് സാന്ത്വനം കോർഡിനേറ്റർ സലിം കിഴിശ്ശേരി പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ സാന്ത്വനത്തിൻ്റെ ഓണപരിപാടി ഇന്നിപ്പോൾ നമ്മൾ അത്തം കഴിഞ്ഞ് തുടക്കമാണ്. എല്ലാ സ്ഥലത്തും തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഓണപരിപാടി തുടങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മൾ ബഡ്സ് സ്കൂൾ ഇപ്പോൾ നാളെ അടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. അതേപോലെ ഇവിടെ 3-4 പദ്ധതികളുണ്ട് നമ്മൾ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിൽ. പിന്നെ ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്, അതേപോലെ തന്നെ പകൽ വീട് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്, പിന്നെ ബഡ്സ് സ്കൂളുണ്ട്, പിന്നെ വീൽ ചെയറിലുള്ള ആൾക്കാരെ സംഗമവും ഇതെല്ലാം കൂട്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് കിട്ടുന്ന ഒരു ദിവസമായതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഒരു പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതായത് ഓണപ്പരിപാടി നല്ല ഉഷാറായിട്ട് കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് ഇന്ന് ഇതാക്കിയത്. നമ്മൾ ഇതിലുള്ള എല്ലാ 3 സ്ഥലത്തെ പകൽ വീട്ടത്തെ മെമ്പേഴ്സും അതേപോലത്തെ സാന്ത്വനത്തിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികളും നമ്മൾ വീൽ ചെയറിലുള്ള ആൾക്കാരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ തോതിലൊരു ഓണപ്പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത കൊല്ലം വിപുലമായ രീതിയിൽ തന്നെ നമുക്ക് സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സംഘടിപ്പിക്കണം. ഈ വർഷം നമ്മളെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. കൗൺസിൽ കഴിയുന്ന അവസാനത്തെ കൗൺസിലിൻ്റെ ഈ ഓണപ്പരിപാടിയും കൂടിയാണ് ശരിക്ക്. അപ്പം നഗരസഭയത്തെ ഒട്ടുമിക്ക എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഈ ഒരു ഓണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സണും മറ്റ് കൗൺസിൽ അംഗങ്ങളും നഗരസഭാ ജീവനക്കാരും ഓണാഘോഷത്തിന്റെ ഭാഗമായതും സാന്ത്വന കേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് ഇരട്ടി ആവേശമായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ, നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ, ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ, കുടുംബശ്രീ മിഷൻ മാനേജർ സുബൈറുൽ അമാൻ, മറ്റ് കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BCom Finance, Co-operation, Computer Application, Banking and Insurance, BBA, BA Economics, BA English, BCA, BSc Artificial Intelligence, MCom, MA English തുടങ്ങിയ 9 UG കോഴ്സുകളും 2 PG കോഴ്സുകളുമായി ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജൈത്രയാത്ര തുടരുന്നു.
മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം. ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പൊന്നിയാകുറിശി, പെരിന്തൽമണ്ണ.